ഞാൻ വളരെ നയത്തിൽ ശാന്തമായിട്ട് സംസാരിച്ച് ഒരു നയ അവരുടെ അടുത്ത് നടക്കൂല. അവർ ഇന്നലെ പെരുമാറിയത് കണ്ടല്ലോ. ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നല്ലോ ശാന്തയുടെ. അതിൽ ഞാൻ ഒന്ന് പതറിപ്പോയതല്ലേ. ഇപ്പം ഞാൻ ഫുൾ തയ്യാറെടുത്ത്. വേണ്ട ക്ലീറ്റോ ഒന്നും പറയണ്ട. നിങ്ങൾ മിണ്ടാതെ നിൽക്കുക. ചിരിച്ച മുഖത്തോടെ നിൽക്കുക എല്ലാവരും. വെറുതെ നിങ്ങൾ ആവശ്യമില്ലാതെ ഒന്നുമില്ല. ശാന്തയുടെ നമ്മൾ ചിരിച്ച് വാ. നമസ്കാരം സാർ. ഓ നമസ്കാരം. ഇന്നലെ ഞാനിവിടെ വന്ന് എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു. ആരെ എന്ത് പറഞ്ഞത്? ഈ മനസ്സുണ്ടല്ലോ, ഇത് പൊള്ളയാണ്. ഇതിലേ കൂടെ നേരെ അപ്പുറത്ത് പോകും. കണ്ടതും കേട്ടത് ഒന്നും മനസ്സിലിരിക്കൂല. അല്ല സാറിന്റെ പാവം മനസ്സാ. ആർക്കറിയാത്? ലോണിന്റെ രാമോട്ടനെ വിളിച്ചില്ലേ? എല്ലാം തന്നിട്ടുണ്ട്. ആധാർ കാർഡും വേണ്ടതെല്ലാം ഉണ്ട്. ഇത് എന്താ അറിയാമോ, ഈ ലോണിന് നമുക്ക് നോമിനി വെക്കണമല്ലോ. അപ്പോൾ അത് ശാന്തയാണ് നോമിനി. അപ്പോൾ ആ ഫോമിൽ ഒരു ഒപ്പിടണം. അപ്പോൾ ആ ഫോമും കൊണ്ട് അവിടെ സൊസൈറ്റിയിൽ നിന്ന് ആൾ ഇങ്ങോട്ട് തിരിച്ചു എന്ന് പറഞ്ഞു. കുറേ നേരം ആയി കണ്ടില്ല. അതാണ് ഒന്ന് നില്ല വിളിച്ചു നോക്കട്ടെ ഒന്ന്. സാർ വിളിക്കും. തങ്കം. ആ സതീഷേ, നമ്മുടെ രാമൻകുട്ടിയുടെ വൈഫ് ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ ആ ഫോമും കൊണ്ട് വരാത്തെന്ത്? അങ്ങനെ അത് പ്രശ്നമുണ്ടോ? അല്ല സതീഷ്, അത് അടയ്ക്കുമല്ലോ അവർ. സതീഷ്, അത് നിങ്ങളത് വിഷയമാക്കല്ല. ഞാൻ ഗ്യാരണ്ടി അവരത് അടയ്ക്കും. ആ അതെയോ? ഓ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ഇവന്മാരെ കാര്യം നോക്കിയേ. അതേ, നമ്മുടെ മറ്റേ കുടുംബശ്രീയിലെ കുടിശ്ശിക ഇല്ലേ ശാന്തേ? അപ്പോൾ അതിൽ നിന്ന് ഒരു പകുതി പൈസയെങ്കിലും അടയ്ക്കണമെന്നാണ് ഇവർ പറയണത്. എന്നാലേ ഫോം കൊണ്ടുവന്ന് നമുക്ക് ഒപ്പിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങളോട് ഞാൻ പറഞ്ഞു ഈ കാര്യം പറയാനാണെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തരുത്. അല്ലേ ചേ, പകുതി അടച്ചാൽ മതി. അയ്യോടാ, പകുതി പോയിട്ട് 1/4 ഭാഗം പോലും ഞാൻ അടയ്ക്കത്തില്ല. എൻ്റെ കയ്യിലില്ല അടയ്ക്കാൻ. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശാന്തി? നമുക്ക് ലോൺ പുതിയത് ശരിയാക്കണമെങ്കിൽ ഒപ്പിട്ട് ഈ ഊടായിപ്പൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ. നേരം വെളുക്കുമ്പോൾ വെള്ളയും വെള്ളിയിട്ട് അങ്ങോട്ട് നടക്കുമല്ലോ ആൾക്കാരെ പറ്റിക്കാനായിട്ട്. ലോൺ തരാം, മറ്റേ തരാം, മറിച്ച തരാം. എന്തൊരു വാചാലാന്നറിയാം അവളോട്ട് വരുമ്പോൾ. എന്തോ പൂച്ച പോലെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ പറഞ്ഞ വർത്താനം കേട്ടോ നടക്കും നിങ്ങൾ. ചേച്ചി എടുത്ത പൈസയല്ലേ ചേച്ചി? എടുത്ത പൈസ ചേച്ചിയല്ലേ അടക്കേണ്ടത്. എന്റെ കൊച്ചെ അടയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലയോ? എന്റെ ഉണ്ടെങ്കിലല്ലേ അടയ്ക്കാൻ പറ്റൂ. നാട്ടുകാർ കേൾക്കട്ടെ. അയ്യോ, വലിയ അഭിമാനികൾ നടക്കുന്നു. ഞാൻ ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, വേറെ വല്ല ജോലി ചെയ്ത് ജീവിച്ചുകൂടാ ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കാതെ? എന്തൊക്കെ വെച്ചോട്ട് നോക്കുന്നു. ഞാൻ എന്തോ നോക്കുന്നത്? നിർത്തടി. നീ കുറെ നേരം ഇവിടെ കിടന്ന് ചിലക്കാൻ തുടങ്ങിയിട്ട്. നിന്നോട് എന്താ ചോദിച്ചത്? നീ എടുത്ത പൈസ തിരിച്ചടയ്ക്കാനല്ലേ പറഞ്ഞത്? ചേച്ചി വേണ്ടേ? എന്ത് വേണ്ടാന്ന്? ഇവിടെ പിന്നെ എന്താ കേൾപ്പിച്ചോണ്ടിരിക്കുന്നു ഇവിടെ? ഇതേ പാവപ്പെട്ട പെണ്ണുങ്ങളെ സഹായിക്കാൻ വേണ്ടി ഗവൺമെന്റ് തന്നതാ. അല്ല നിന്നെ പോലെയുള്ളവർക്ക് ഉടുത്തൊരുങ്ങി നടക്കാനുള്ളതല്ല. നീ ഇന്നിവിടുന്ന് പോവോ? നീ ഇവിടെ നിന്ന് നിന്റെ വീട്ടിൽ പോവോ? മര്യാദക്ക് ഇവിടെ പൈസ വെച്ചോളണം. 10,000 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ നീ അതിവിടെ വെക്കാതെ നീ ഒരടി അപ്പുറത്തോട്ട് നടക്കൂല. അറിയാം നിനക്ക്? എന്തോ തങ്കം നീ എന്നോട് ഇത്രയും ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടുന്നത് എന്താ നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് മനസ്സിലായില്ലേ? ഈ മനുഷ്യൻ നിന്നെ പറ്റിച്ചിട്ടുണ്ടോ? പറ്റിച്ചിട്ടുണ്ടോന്ന് വാർന്നു റെഡി? ഇല്ല. ഞങ്ങൾ ആരെങ്കിലും നിന്നെ പറ്റിച്ചിട്ടുണ്ടോ? ഇല്ല. നീയോ? ആരാ പറ്റിച്ചത്? പൈസ മേടിച്ചിട്ട് തിരിച്ചാനോ നിനക്കറിയില്ലേ? നിനക്കറിയില്ലെന്ന്. നിന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയ പൈസയാണോ അത്? ആണോ? അല്ല. എന്ന് പൈസ തരും നീ? പൈസ എന്ന് തരും ഇവിടുത്തെ? ഞാൻ തരാം എന്നല്ല, എന്ന് തരും. ഇന്ന് തരുമോ അതോ നാളെ തരുമോ? നാളെ തരാം തങ്കം. നാളെ എപ്പോ? നാളെ വൈകിട്ട് 4 മണി കഴിയുമ്പോൾ. നാളെ 10 മണിയാവുമ്പോ പൈസ ഇവിടെ കൊണ്ട് തന്നില്ലെങ്കിൽ തങ്കം ആരാന്നറിയാം. ഞാൻ അങ്ങോട്ടൊരു വരവ് വരും. എന്നെ വെറുതെ വരുത്തിക്കരുത്. ചിലക്കുന്നോ? വേണ്ടാന്ന് ഓർക്കുമ്പോ പൈസ കൊണ്ട് തന്നിട്ട് ഇത് കൊടുത്താൽ മതി. പൈസ ആയിട്ട് വാങ്ങി പോട്ടെ സാറേ. 4 മണിക്ക് കാണാം നാളെ. 4 മണിയല്ല 10 മണി. 10 മണിന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? 10 മണി. ശരി, 10 മണി. 10 മണിയെങ്കിൽ 10 മണി. ശാന്ത ഓന്തായി. ചേച്ചി എന്തോന്നത്? എവിടുന്ന് കിട്ടി ഇത്ര ധൈര്യം? മുല്ലപ്പൂം പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാവൂലേ ആ ധൈര്യം? അത് ഞങ്ങൾ ഇന്നലെ കണ്ടായിരുന്നു, ഇന്നും കണ്ടു.